ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ പാലക്കാടൻ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓയിലും അതേപോലെ തന്നെ നെയ്യുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് പൊടിക്കാത്ത മസാലകളാണ് കേട്ടോ ഇടണം. ഗ്രാമ്പൂ, കറുകപ്പട്ട, ജീരകം, കുരുമുളക് പൊടി, അങ്ങനെ പൊടിക്കാത്ത മസാലകൾ. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴാണ് നമ്മൾ പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതൊന്ന് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കണം ചെറുള്ളിയാണ് ഇതിന് ടേസ്റ്റ് ഏറ്റവും കൂടുതൽ തോന്നിപ്പിക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ടാകുന്നുള്ളൂ, അപ്പോൾ ഞാൻ ഉള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറുള്ളി അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾ മുളക് പൊടി, എരിവെള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാനുള്ള. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് നല്ല കട്ട തൈര് ഒഴിച്ച് കൊടുക്കാം. തൈരൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും, അതായത് നമ്മൾ ഇതിൽ തന്നെയാണ് റൈസും കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ട ഉപ്പും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ചെറുതാക്കി അരിഞ്ഞ് വെച്ചത്. അതൊന്ന് നന്നായിട്ട് വാടി ഉടഞ്ഞ് വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. റൈസിന് വേവ് കുറവായ കൊണ്ട് തന്നെ ഇനി ചിക്കൻ അതിൽ കിടന്ന് വെന്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൾറെഡി അതൊന്ന് കുക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൽ ഓൾറെഡി ചിക്കൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളത്തിൽ തന്നെ കിടന്ന് കുറച്ച് നേരം ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ചിക്കൻ അതിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 2 ഗ്ലാസ് അരിയാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് കേട്ടോ ഇത് വേവിക്കാൻ വേണ്ടി എടുക്കുന്നത്. ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നന്നായിട്ട് ഈ വെള്ളം വെട്ടിത്തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.